ചക്ക വറുക്കുന്നതാണ് ഈ കാണുന്നത്, കണ്ടില്ലേ? അപ്പോൾ ജാക്ക് ഫ്രൂട്ട് ഫ്രൈ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് തയ്യാറാക്കാൻ കണ്ട നല്ല അടിപൊളി പച്ച ചക്ക നമ്മൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ പ്ലാവിൻ്റെ ചക്കകൾ മുഴുവൻ കേട് വന്ന ടൈപ്പാണ്, കണ്ടോ? കാണാൻ ഒരു എക്കും മുഴയും. അപ്പോൾ ഞാൻ പ്ലാവ് കാണിച്ചു തന്നുള്ളൂ, വേറെ അടിപൊളി ചക്ക ഇപ്പോൾ കാണിച്ചു തരാം. ഈ 2025 ഇഷ്ടം പോലെ ചക്കന ഉണ്ടായത്. മിക്കവാറും വീടുകളിലൊക്കെ ധാരാളം ചക്കയുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളുടെ വരിക്ക ചക്ക. ഇപ്പോൾ ചക്ക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചക്ക ചിപ്സ് ഉണ്ടാക്കണമെങ്കിൽ മൂത്ത് പഴുക്കണേക്കാളും ഒരു 10-15 ദിവസം മുന്നൊക്കെ ഇട്ടെടുക്കണം. അപ്പോൾ എൻ്റെ പറമ്പിൽ വെച്ചിട്ടാണ് ചക്കയൊക്കെ വെട്ടി മുറിക്കുന്നത്. അപ്പോൾ ഇതൊന്നും വീട് ക്ലീൻ ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ഇതൊക്കെ വെട്ടി അങ്ങോട്ട് മുറിച്ച് ചുള പറിച്ചു കൊടുത്താണെങ്കിൽ സബിതയ്ക്കാണ് ഇതൊക്കെ ചിപ്സ് ഉണ്ടാക്കാൻ നല്ല അറിവ്. അതോടുകൂടി എൻ്റെ ജോലി കഴിഞ്ഞോളും. അപ്പോൾ നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്ത് ചൂടത്ത് നിൽക്കും വേണ്ട, ഇതുപോലെ നല്ല അന്തരീക്ഷത്തിൽ ശുദ്ധവായു ശ്വസിച്ചിട്ട് നമുക്കിവിടെ നിന്ന് പണി ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഈ ചക്ക വിളിഞ്ഞ് ഈ ഞെട്ട് അല്ലെങ്കിൽ ഞെട്ടിയുടെ അവിടെ മുറിച്ചപ്പോൾ ആയിട്ടുണ്ട്. അത് കണ്ടോ പശ പോണ നോക്കി. ഇതൊരു 15 കിലോ ചക്കയുണ്ട്, 15 കിലോ. അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ കിലോയ്ക്ക് 25-30 ഉണ്ട്. 20 കിലോ കൂട്ടിയാലും 300 രൂപ. പണ്ടൊക്കെ ഇത് കോടാലി ആക്സ് കൊണ്ട് ഒരൊറ്റ വെട്ടാണ് 2 പൊളി. ഇപ്പം ഇത് 60 കത്തിയാണ്, ഇറച്ചി വെട്ടുന്ന കത്തിയാണ്. പക്ഷേ കിട്ടണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ നമ്മൾ ചക്ക വെട്ടണതിന് മുന്നേ കുറച്ച് വെളിച്ചെണ്ണ അല്ലെങ്കിൽ എണ്ണ കൈമ പുരട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചക്കയുടെ പശ വെളിഞ്ഞിൻ കൈമയൊക്കെ ആയി ഒട്ടിയിരിക്കില്ല. അപ്പോൾ ഈ പച്ചച്ചക്ക നമുക്ക് വേണമെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ കറി വെച്ച് തിന്നാം, ഫ്രൈ ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ചക്കക്കുരു കറി വെച്ച് തിന്നാം. ചക്കക്കുരു തന്നെ ഉണക്കി പൊടിച്ച് പുട്ടുണ്ടാക്കാം. ഇപ്പോൾ 1 വെട്ട് 2 വെട്ടിനൊന്നും കിട്ടില്ല, കാരണം പച്ച ആയതുകൊണ്ട് ഭയങ്കര ടൈറ്റാണ് സാധനം. അപ്പോൾ എൻ്റെ കയ്യിൽ വലിയൊരു വെട്ടുകത്തി ഉണ്ടാകുന്നു, അതൊക്കെ ഒരൊറ്റ വെട്ടിന് പൊളിച്ചാന്. പക്ഷെ ഞാൻ ചക്ക പഴുത്തത് മുറിക്കുന്ന പോലെ മുറിച്ച് നോക്കിയാണ്, രക്ഷയില്ല. മൂത്തണ്ട് അല്ലേ ചക്കേ? ഇതുപോലെ വലിയ ചക്കയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ കത്തി എടുക്കണം. ഇതുപോലത്തെ കത്തി പോരാ. ഇതൊക്കെ വെട്ടി മുറിച്ചതിന് ശേഷം തുണ്ടാക്കാന്ന് പറയും ഞങ്ങൾ. അപ്പോൾ ഇതുപോലെ തുണ്ടമാക്കിയിട്ട് ഇതിൻ്റെ നടിയിൽ നിന്ന് ചക്കയുടെ കൂഞ്ഞൊക്കെ മുറിച്ച് കളയണം.
കാണുന്നില്ല. ഇപ്പോൾ നിന്ന കാണില്ല. അതുണ്ടായില്ല. ഉണ്ടല്ലേ, കൂഞ്ഞ മുറിച്ച് കളയുക. അതായിട്ട് കൊണ്ട് എടുക്കണതിൻ്റെ ചോളകളൊക്കെ. അപ്പം ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊളിച്ചെടുക്കൽ ഒരു പണിയാണ്. നമ്മുടെ ചക്ക മടല് ചവണി ഇതുപോലെ ഇതിൻ്റെ ചവണി കളയുക. പിന്നെ ഉള്ളിൽ നിന്ന് കുരു എടുത്ത് കളയണം. ഇതെയാ പോയി ചവണി കണ്ടോ, ചവണി കളയി അങ്ങോട്ട് കണ്ട ഇത് കുരു. മതി, ഞാൻ പോവാം. ഇത് കഴിഞ്ഞാൽ ഞാൻ പോയി അത് ചക്കുപ്പേരി വയ്ക്കാം. അപ്പോൾ ചക്കുപ്പേരിയും ചോറും മതിയില്ലേ. അപ്പോൾ അത് അകത്ത് കൊണ്ടുവന്നിട്ട് കണ്ടില്ലേ, സബിത അതൊക്കെ തീപ്പെട്ടിക്കുള്ളി പോലെ അങ്ങോട്ട് അരിഞ്ഞെടുക്കണം. കണ്ടില്ലേ. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് വെള്ളം തെളിക്കാം, അല്ലെങ്കിൽ ഉപ്പ് വെള്ളത്തിൽ മുക്കിയതിന് ശേഷം എടുത്തിടാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പം ഞങ്ങളിത് ഫ്രൈ വെന്ത് വരുമ്പോഴാണ് ഇതിലേക്ക് ഉപ്പ് വെള്ളം തെളിക്കുന്നത്. കണ്ടോ, നല്ല തിളച്ച എണ്ണയിലേക്ക് ഈ പച്ച ചക്ക അരിഞ്ഞത് അങ്ങോട്ട് ഇടണം. അപ്പോൾ സബിത ഇത് വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഇറക്കുന്നതിന് മുന്നാണ് ഉപ്പ് വെള്ളം ഒഴിക്കണം. കുറച്ച് ഉപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കും. അപ്പോൾ ഈ കപ്പിൽ വെള്ളം ആണ്, ഉപ്പ് വെള്ളമാണ്. അപ്പോൾ ഉണ്ടോ ഈ അരിപ്പ കയ്യിൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ എല്ലായിടത്തേക്ക് ആയി. പിന്നെ എണ്ണയിൽ കൂടെ ഇത് പിടിച്ചോളും. നിങ്ങൾക്ക് ആവശ്യത്തിന് കളർ കിട്ടണമെങ്കിൽ വേണമെങ്കിൽ അല്പം മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ അല്ലെങ്കിൽ ഫുഡ് കളർ കിട്ടും, അത് മേടിച്ചിട്ടാൽ മതി. അപ്പോൾ നമ്മളുടെ ചക്ക ഫ്രൈ, ചക്ക ചിപ്സൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ജാക്ക് ഫ്രൂട്ട് ചിപ്സ് കണ്ടല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കുക. 1 കിലോയ്ക്ക് 650 രൂപ. അപ്പോൾ ഒരു ചക്ക ഉണ്ടെങ്കിൽ പാം ഓയിൽ ഒരു 140 രൂപ, വെളിച്ചെണ്ണ ആണെങ്കിൽ ഒരു 220 രൂപ, 230 രൂപ കിലോയ്ക്ക്. അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ചക്ക ചിപ്സ് ഇഷ്ടം പോലെ ഉണ്ടാക്കി തരണം.